ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫാണെങ്കിലും മീൻ കറിയാണെങ്കിലും ഒക്കെ നല്ല വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് കറുകപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ ബേ ലീഫ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ല ചതച്ചതും പിന്നെ നല്ല തേങ്ങ കൊത്തും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം അതിനുശേഷം നമുക്ക് സവോള, തക്കാളി, പച്ചമുളക് ഇത്രയും അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇനിയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ല വഴണ്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. അതിന് നമുക്ക് മുളക് പൊടി ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് എല്ലാവർക്കും കുട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അതിൽ 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് നമുക്കിതിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഞാൻ വേറൊരു പാനിലിട്ടാണ് നമ്മളിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ സവാളയുടെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. വേണ്ട ഇതേപോലെ ഒരു പാനിലിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതേണ്ടത് നല്ലപോലെ മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് സവാളയിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് കുക്കറിലിട്ട് നല്ല മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളവും എല്ലാം കൂടെ നമുക്ക് ഈ ഒരു കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് നമ്മൾ കുക്കറിൽ വേവിച്ചാണ്, അതാണ് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ അരപ്പും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഒരു 10-15 മിനിറ്റ് തിളച്ചൊന്ന് സെറ്റായാൽ മാത്രം മതി. അപ്പോൾ വേണ്ട നല്ല നെയ്യും എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറിയുടെ ഒരു കൂട്ടും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം.